സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 19ആയി. തിരുവനന്തപുരം, കൊല്ലം സ്വദേശികളുടെ മരണം അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചാണ് എന്ന് സ്ഥിരീകരിച്ചു. MG പ്രതീഷ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. പ്രതീഷ്, വിവരങ്ങൾ എങ്ങനെയാണ്? കണക്കുകൾ എങ്ങനെയാണ് പ്രതീഷ്? അറിയിത്ത കഴിഞ്ഞ കുറെ നാളുകളായി സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. മുൻപെങ്ങും തന്നെ ഇല്ലാത്ത തരത്തിലുള്ള മരണങ്ങളാണ് ഈ കുറെ നാളുകളായി റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ കഴിഞ്ഞ ദിവസം വരെ 17 മരണമാണ് സംസ്ഥാനത്ത് ഈ വർഷം സ്ഥിരീകരിച്ചിരുന്നത്. പക്ഷേ ആരോഗ്യ വകുപ്പിന്റെ ഏറ്റവും പുതിയ കണക്ക് പ്രകാരം 2 മരണം കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം മൂലമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതോടുകൂടി ഔദ്യോഗികമായി 19 പേരാണ് ഈ വർഷം അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച മരിച്ചത്. തിരുവനന്തപുരം, കൊല്ലം സ്വദേശികളാണ് ഈ അവസാനമായി മരിച്ച 2 പേർ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഈ രോഗം ബാധിച്ച് ചികിത്സയിലായിരുന്നു എന്നതാണ് ആരോഗ്യവകുപ്പ് തന്നെ അറിയിക്കുന്ന കാര്യം. ഇതോടുകൂടിയാണ് ആകെ മരണം 19 ആയിട്ടുള്ളത്. 25ഓളം ആളുകളാണ് നിലവിൽ സംസ്ഥാനത്താകെ ഈ അസുഖം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത്. ആരോഗ്യവകുപ്പ് അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ ഈ പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഊർജിതമാക്കിയിട്ടുണ്ട്. ഈ സംസ്ഥാന വ്യാപകമായി തന്നെ ഈ കുളങ്ങളും ജലാശയങ്ങളും ഒക്കെ തന്നെ വൃത്തിയാക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ തന്നെ സംസ്ഥാനത്ത് നടക്കുന്നുണ്ട്. ഈ ഘട്ടത്തിൽ കൂടിയാണ് ഈ രോഗം കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നതും മരണം സംഭവിക്കുന്നതും. MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.